നമുക്കിന്ന് സെറ്റ് തിയറി എന്നുള്ള പോർഷനിൽ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ ആയിട്ടുള്ള സെറ്റ് എന്താണ് സെറ്റ് ആൻഡ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് സെറ്റ് എന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ സെറ്റ് തിയറി എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഫസ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ് വാട്ട് ഈസ് എ സെറ്റ്. ഒരു സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അപ്പോൾ എ സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഓബ്ജെക്ട്സ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ സെറ്റ് ആർ കോൾഡ് എലമെൻറ്റ്സ് ഓഫ് ദ സെറ്റ്. എ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജെക്ട്സ്. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജെക്ട്സിൻ്റെ ഒരു കളക്ഷനെ, ഒരു കൂട്ടത്തെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുക. അപ്പോൾ ഒരു സെറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു യൂണിഫോമിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഫീച്ചറുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തി ഒരു ഗ്രൂപ്പ്, അതിനെയാണ് നമ്മളിത് സെറ്റ് എന്ന് പറഞ്ഞിട്ട് റെഫർ ചെയ്യുന്നത്. ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദ സെറ്റ് ആർ കോൾഡ് എലമെൻറ്റ്സ് ഓഫ് ദി സെറ്റ്. ഇനി ആ സെറ്റിലുള്ള എലമെൻസിനെ, അതിൽ വരുന്ന മെമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എലമെൻറ്റ്സ്. എലമെൻറ്റ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുന്ന പേര്. ആൻഡ് ഈ സെറ്റിൽ ഇറ്റ്സ് എ വെൽ ഡിഫൈൻഡ് ഒബ്ജെക്ട്സ് ആയിരിക്കും. ഒരു പ്രത്യേക ഏതെങ്കിലും ഗിവൺ റൂൾസ് അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷൻസിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും നമ്മൾ ഈ പറയുന്ന സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നേരത്തെ പറഞ്ഞ ഒരു ഫീച്ചർ, ഒരു ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ യൂണിഫോം ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള ഒരേ ഗ്രൂപ്പിൽ പെടുത്താവുന്ന കുറച്ച് സാധനങ്ങൾ നമ്മൾ ഒരുമിച്ചെടുത്ത് ഒരു ഗ്രൂപ്പ് ആക്കിയാൽ അതിനെയാണ് നമ്മൾ സെറ്റ് എന്നുകൊണ്ട് പറയുന്നത്. അതിന് സെറ്റിനെ, അതിലെ മെമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എലമെൻറ്റ്സ്. ഓക്കെ, ഇനി അടുത്തത് സെറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും എപ്പോഴും സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കിക്കേ, കണ്ടോ, ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്യാപിറ്റൽ ലെറ്റർ. അതിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതിൻ്റെ എലമെൻറ്റ്സ്, അതിൻ്റെ ഉള്ളിൽ വരുന്നതിനെ നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്നുള്ള സ്മോൾ ലെറ്റേഴ്സൊക്കെ ആയിരിക്കും അതിനകത്ത് വരുന്നത്. ഒരിക്കലും സെറ്റിൻ്റെ ഉള്ളിൽ ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറില്ല. Then if A is an element of the set A, we write it as A belongs to A. ദാറ്റ് മീൻസ് ഈ പറയുന്നൊരു സിമ്പിൾ, ഇ എന്ന് പറയുന്ന ഒരു നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഇ പോലെ എഴുതുന്നൊരു സിമ്പിളാണ് എലമെൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് വായിക്കേണ്ടത് എ ബിലോങ്സ് ടു എ. ഈ എ പറയുന്ന സ്മോൾ ലെറ്റർ എ വരുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഉള്ളിലാണ് ഈ എ കണ്ടെയ്ൻ ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ മീനിങ്. നോർമലി നമ്മൾ സെറ്റിൻ്റെ രണ്ട് രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ടാബുലർ ഫോമിലും ഒന്നെന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോമിലുമാണ്. രണ്ട് രീതിയിലാണ് നമ്മൾ സെറ്റുകളെ നമ്മൾ സാധാരണയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ടാബുലർ ഫോമിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയത്. ടാബുലർ ഫോം ഇൻ വിച്ച് ഓൾ ദി എലമെൻറ്റ്സ് ഓഫ് ദ സെറ്റ് ആർ ലിസ്റ്റഡ്. ദാറ്റ് മീൻസ് അതിൻ്റെ അകത്ത് ഒരു എ എന്ന് പറയുന്നൊരു സെറ്റാണെന്നുണ്ടെങ്കിൽ എ ഈക്വൽ ടു സെറ്റ് ഓഫ് 1, 3, 5, 7 ആൻഡ് 9. ദാറ്റ് മീൻസ് അതിനകത്തുള്ള എല്ലാ എലമെൻസിനെയും ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന കാര്യങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ ഇത്രയുള്ള നമ്പറുകളാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിനെ എന്താ പറയുക, ടാബുലർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെറ്റിനെ നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നതാണ് ടാബുലർ ഫോം. ടാബുലർ ഫോമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എലമെൻസിനെ എല്ലാം കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും, കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത്ര എലമെൻസേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിനകത്ത് ഈ 1, 3, 5, 7, 9 എന്ന് പറയുന്ന ഈ എലമെൻസ് അല്ലാതെ വേറൊരു എലമെൻറ്റ് ഈ പറയുന്ന എ എന്ന് പറയുന്ന സെറ്റിൽ ഇല്ല എന്നുള്ളത് നമുക്ക് ഈ സെറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന രീതിയിൽ നമ്മൾ സെറ്റിനെ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ടാബുലർ ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോം എന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോമാണ്. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ വിച്ച് വി റൈറ്റ് സം സ്പെസിഫിക് പ്രോപ്പർട്ടി ഓഫ് ദി എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ്. ദാറ്റ് മീൻസ് സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മളിപ്പോൾ എഴുതുന്നത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേകത മാത്രമായിരിക്കും നമ്മളതിൽ എഴുതുക, അതായത് ആ സെറ്റിൽ എഴുതി വെക്കുന്നത്. ദാറ്റ് മീൻസ് അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഫോമിനാണ് നമ്മൾ പറയുക സെറ്റ് ബിൽഡർ ഫോം. ഈ എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. ദാറ്റ് മീൻസ് എ ഈക്വൽ ടു എക്സ് ഈസ് എൻ ഓഡ് ഇൻറ്റജർ ലെസ് ദാൻ 10. അതായത് എക്സ് എന്ന് പറയുന്ന നമ്പേഴ്സാണ് വരിക, പക്ഷേ ആ എക്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചേഴ്സാണ് അവിടെ പറയുന്നത്. അതായത് 10ൽ താഴെയുള്ള ഓഡ് നമ്പേഴ്സ്, 10ൽ താഴെയുള്ള ഒറ്റ സംഖ്യകൾ മാത്രമാണ് ഈ പറയുന്ന എ എന്ന് പറയുന്ന സെറ്റിൽ വരുന്നതെന്ന്. അപ്പോൾ അതിൽ ഇതിൻ്റെ പ്രത്യേകത നേരത്തെ നമ്മൾ പഠിച്ചതുമായിട്ട് നോക്കുവാണെങ്കിൽ എന്തുവാ, ഇതിനകത്ത് എൻലിസ്റ്റ് ചെയ്തിട്ടില്ല, ഓരോ എലമെൻസും ഏതൊക്കെയാണോ എന്നുള്ളതിനകത്ത് പറഞ്ഞിട്ടില്ല, അല്ലേ? അങ്ങനത്തെ ഒരു സ്പെസിഫിക് ക്യാരക്ടർ മാത്രം അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടി മാത്രം പറഞ്ഞുകൊണ്ട് എഴുതുവാണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക, സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഇതിനകത്ത് രണ്ട് ഫീച്ചേഴ്സ് അതിനുണ്ട്. അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻ എ സെറ്റ് ദി എലമെൻറ്റ്സ് ആർ നോട്ട് ബീയിങ് റിപ്പീറ്റഡ്. ഈ പറയുന്ന സെറ്റിൽ വരുന്ന എലമെൻറ്റ്സ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്ത് വരില്ല.
ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദർ ഈസ് നോ ഓർഡർ ഫോർ എലമെൻറ്റ്സ് ഇൻ എ സെറ്റ്. ഇതിനകത്ത് പ്രത്യേകിച്ചൊരു ഓർഡർ ഉണ്ടാവില്ല. നമുക്ക് ഓഡ് നമ്പേഴ്സിനെ എങ്ങനെ വേണമെങ്കിലും ഇതിനകത്ത് എഴുതാം. അതായത് അസെൻഡിങ് ഓർഡറോ ഡിസെൻഡിങ് ഓർഡറോ അല്ലെങ്കിൽ മിക്സപ്പ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് എഴുതി വെക്കാം. ഒരു പ്രത്യേക ഒരു ഓർഡർ ഈ സെറ്റ് ബിൽഡർ ഫോമിൽ ഉള്ള സെറ്റുകൾക്ക് ഉണ്ടാവില്ല. നെക്സ്റ്റ് ഈസ് ടൈപ്പ് ഓഫ് സെറ്റ്. ടൈപ്പ് ഓഫ് സെറ്റിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് നൾ സെറ്റ്. നൾ സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നൾ എന്ന് പറയുമ്പോൾ തന്നെ അതിലൊന്നുമില്ല. നൾ സെറ്റ് ഇറ്റ് ഈസ് എ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് നോ എലമെൻറ്റ് ഈസ് കോൾഡ് ആൻ എംപ്റ്റി സെറ്റ് ഓർ നൾ സെറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ ദിസ് വൺ. അപ്പോൾ നൾ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് നോ എലമെൻറ്റ്. ഒരു സെറ്റാണ്, പക്ഷേ ആ സെറ്റിൽ ഒരൊറ്റ എലമെൻറ്റ് പോലും ഇല്ല എങ്കിൽ, എലമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണെന്നുള്ളത്, സെറ്റിലുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സിനെ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ അതിൽ വരുന്ന ആ ഒരു ലിസ്റ്റ് ചെയ്തേക്കുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ എന്താണോ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ പറയുന്ന പേരാണ് എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എലമെൻറ്റുകൾ ഒന്നും തന്നെ ഇല്ല. ഒരു സെറ്റാണ്, പക്ഷേ ആ സെറ്റിൽ ഒറ്റ എലമെൻറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് എന്ന്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ് അത് ഈ 0 വെച്ചിട്ട് ഒരു സ്ലാഷ് ചെയ്തേക്കുന്നൊരു സിമ്പിൾ. അതാണ് നൾ സെറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ദ സെറ്റ് ഓഫ് ഇൻറ്റജേഴ്സ് ബിറ്റ്വീൻ 4 and 5 ഈസ് എ നൾ സെറ്റ് ബിക്കോസ് ദർ ഈസ് നോ സച്ച് ഇൻറ്റജർ ബിറ്റ്വീൻ 4 and 5. ഇപ്പോൾ ഒരു സെറ്റ് എടുക്കുവാണെങ്കിൽ ഇപ്പോൾ A ഈക്വൽ ടു ഇങ്ങനെയാണ് പറഞ്ഞേക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4നും 5നും ഇടയിലുള്ള പൂർണ്ണസംഖ്യകൾ ഏതെങ്കിലും. 4നും 5നും ഇടയ്ക്ക് സംഖ്യകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കതെന്ത് പറയാം, ഇറ്റ് ഈസ് എ നൾ സെറ്റ്. കാരണം അതിന് 4നും 5നും ഇടയ്ക്ക് സംഖ്യ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ സിമ്പിൾ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെറ്റ് ഓഫ് 0 ആൻഡ് സെറ്റ് ഓഫ് ഈ ഒരു സിമ്പിൾ സെറ്റിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും നൾ സെറ്റ് അല്ല. ബിക്കോസ് ഇതിൽ ഒരു നമ്പർ ഉണ്ട്, ഒരു എലമെൻ്റ് ഉണ്ട്, ദാറ്റ് ഈസ് 0 എന്ന് പറയുന്നൊരു എലമെൻ്റ് ഉണ്ട്. ആൻഡ് ഇവിടെയാണെങ്കിൽ ഈ ഒരു സിമ്പിൾ അതും ഒരു എലമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും നമുക്ക് നൾ സെറ്റ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് വെറുതെ സെറ്റ് ഇടാണ്ട് വെറുതെ ഈ സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ നൾ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് സെറ്റ് ഈസ് സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെറ്റാണ്. അതായത് അതിനകത്ത് ഒറ്റ എലമെൻറ്റ് മാത്രം ഉള്ളെങ്കിൽ, നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, അതായത് നൾ സെറ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ, അതായത് ഒരു സെറ്റിൽ ഒരൊറ്റ നമ്പർ മാത്രം അല്ലെങ്കിൽ ഒരൊറ്റ എലമെൻറ്റ് മാത്രം വരുവാണെങ്കിൽ അതിനാണ് നമ്മൾ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദ സെറ്റ് ഓഫ് 0 ഈസ് എ സിംഗിൾട്ടൺ സെറ്റ്. അപ്പോൾ നമ്മളൊരു സെറ്റ് എഴുതിയിട്ട് സെറ്റ് ഓഫ് എന്ന് കൊടുത്തിട്ട് അതിനകത്ത് ഒരൊറ്റൊരു എലമെൻറ്റ് ഏതെങ്കിലും, ഇപ്പോൾ 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ വേറെ ഏതോ 2 അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം മാത്രം വരുവാണെങ്കിൽ ഒരു ഒറ്റ എലമെൻറ്റ് മാത്രമുള്ള സെറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. ദെൻ ദ തേർഡ് വൺ ഈസ് ഫൈനൈറ്റ് സെറ്റ്. എ സെറ്റ് വിച്ച് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈസ് കോൾഡ് എ ഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഉള്ള നമ്പർ ലിസ്റ്റ് ചെയ്തേക്കുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് കൃത്യമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനൊരു എൻഡ് ഉണ്ട്, ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു എൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ A ഈക്വൽ ടു സെറ്റ് ഓഫ് 6, 7, 8, 9, 10. അപ്പോൾ ഇതിനകത്ത് ഇതിന് A എന്ന് പറയുന്ന സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്. അപ്പോൾ ഡിഫൈൻഡ് ആണ് ഏതൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഈ സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെയുള്ള സെറ്റിനെയാണ് നമ്മൾ എന്താ പറയുക ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇൻഫിനിറ്റ് സെറ്റ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ എളുപ്പമായിരിക്കും, ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചു പോയാൽ മതി. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നൾ സെറ്റ്. നൾ സെറ്റിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ നമ്പേഴ്സും ഇല്ല. അപ്പോൾ അടുത്തതാണെങ്കിലോ സിംഗിൾട്ടൺ സെറ്റ്, ഒരു നമ്പർ മാത്രം ഉണ്ടെങ്കിൽ അത് സിംഗിൾട്ടൺ. അടുത്ത ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്, ഫൈനൈറ്റ് സെറ്റിലാണെങ്കിൽ ഫൈനൈറ്റ് ആയിട്ടുള്ള നമ്പറാണ്, അല്ലെങ്കിൽ എൻലിസ്റ്റ് ചെയ്തിരുന്ന നമ്പറെല്ലാം കൃത്യമായിട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലെങ്കിൽ വായിച്ചെടുക്കാൻ പറ്റും, നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന സെറ്റാണെങ്കിൽ, ഫൈനൈറ്റ് നമ്പേഴ്സ് മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫൈനൈറ്റ് സെറ്റ്. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇൻഫിനിറ്റ് സെറ്റ്. ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സെറ്റ് വിത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈസ് കോൾഡ് ആൻ ഇൻഫിനിറ്റ് സെറ്റ്. അതായത് അതിൽ ഇൻഫിനിറ്റ് ആണ്, എത്ര വേണമെങ്കിലും നമ്പേഴ്സ് പോവാം. അപ്പോൾ നമുക്ക് അതിനൊരു എൻഡില്ല, ഒരു ക്ലിയർ കട്ടായിട്ടുള്ള സ്റ്റാർട്ടിങ്ങോ അല്ലെങ്കിൽ ഒരു എൻഡിങ്ങോ അല്ലെങ്കിൽ അതിനുള്ളിലുള്ള എലമെൻസിനെ കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളൊരു സെറ്റിനെയാണ് നമ്മൾ ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് ആൻ ഇൻഫിനിറ്റ് സെറ്റ്. അപ്പോൾ നമുക്കറിയാം റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നതിന് ഒരു എൻഡിങ് ഇല്ല, ഇറ്റ്സ് എ നെവർ എൻഡിങ് സെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താണ്, അത് ഒരു ഇൻഫിനിറ്റ് സെറ്റിന് എക്സാമ്പിളാണ് ഈ പറയുന്ന നമ്പർ ഓഫ് ഇൻഫിനിറ്റീവ് നമ്പേഴ്സ്. Then the next number of set is disjoint set. Disjoint set എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a two set with no common element are known as disjoint set.
രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് സെറ്റുകളിൽ ഉള്ള എലമെൻസിൽ രണ്ടിലും ഒറ്റ എലമെൻറ്റ് പോലും കോമൺ ആയിട്ട് വന്നിട്ടില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, A ഈക്വൽ ടു സെറ്റ് ഓഫ് 3, 7, 5, B ഈക്വൽ ടു സെറ്റ് ഓഫ് 1, 2, 4. ഇത് രണ്ടും ഡിസ്ജോയിൻറ്റ് സെറ്റാണ്. കാരണം ഇതിൽ ഉള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 3, 7, 5 ആണ്. ഇതിൽ 1, 2, 4 ആണ്. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഒരൊറ്റ എലമെൻറ്റ് പോലും വന്നിട്ടില്ല. അപ്പോൾ കോമൺ ആയിട്ട് രണ്ട് സെറ്റുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ കോമൺ ആയിട്ട് ഒറ്റ എലമെൻറ്റ് പോലും വന്നിട്ടില്ലാത്ത സെറ്റിനെയാണ് നമ്മൾ ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഈക്വൽ സെറ്റ്സ്. ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സെറ്റ് ടു വി കൺസിഡർ ടു സെറ്റ് വിത്ത് ഓൾ എലമെൻറ്റ്സ് കോമൺ ടു ബോത്ത് സെറ്റ്സ് ആർ നോൺ ആസ് ഈക്വൽ സെറ്റ്സ്. ഇപ്പോൾ രണ്ട് സെറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ രണ്ട് സെറ്റിലും ഈക്വൽ ആയിട്ടുള്ള എലമെൻ്റ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ ഒരേപോലത്തെ സെയിം എലമെൻറ്റ്സ് തന്നെയാണ് രണ്ട് സെറ്റിലും വന്നേക്കുന്നതെങ്കിൽ ആ സെറ്റിനെയാണ് നമ്മൾ ഈക്വൽ സെറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഈക്വലൻറ്റ് സെറ്റ്സ്. ഈക്വലൻറ്റ് സെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 or more sets are equivalent if they contain the same number of elements. ഇതിൽ ഈക്വലൻറ്റ് സെറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സെറ്റുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ രണ്ട് സെറ്റിലുള്ള എലമെൻസിൻ്റെ എണ്ണം ഒന്നാണെങ്കിൽ, അതായത് ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ A ഈക്വൽ ടു EF GH, B ഈക്വൽ ടു 1, 2, 3, 4. ഇതിൻ്റെ രണ്ടിലുമുള്ള എലമെൻസിൻ്റെ നമ്പർ 4 ആണ് അല്ലേ? 1, 2, 3, 4. ഇതിലും 4 തന്നെ. അപ്പോൾ രണ്ടിലെയും എലമെൻസിൻ്റെ നമ്പർ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് സെറ്റിനെയാണ് നമ്മൾ ഈക്വലൻറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുവാണ്? ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിലും എലമെൻറ്റ്സ് ഒന്നാണെങ്കിൽ അതിൽ ഈ പറയുന്ന പോലെ 4, 2, 8, 3, 2, 3, 4, 8. ഈ A എന്ന് പറയുന്ന സെറ്റും B എന്ന് പറയുന്ന സെറ്റിലെയും എലമെൻറ്റ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷഫിൾ ചെയ്ത് എഴുതിയിട്ടുണ്ടാവാം, പക്ഷെ എന്നാലും കുഴപ്പമില്ല, അതിനകത്തുള്ള എലമെൻറ്റ്സ് കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഈക്വൽ സെറ്റാണ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈക്വലൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിലും ഉള്ള എണ്ണം നമ്പർ ഓക്കെയാണ്, രണ്ടിലുള്ള നമ്പർ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഈക്വലൻ്റ് സെറ്റ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് സെറ്റ് ഈസ് സബ്സെറ്റ്. സബ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സെറ്റ്. A is the subset of another set if every element in the former is contained in the latter. ദാറ്റ് മീൻസ് അതിൽ രണ്ട് സെറ്റുകൾ എടുക്കുവാണെങ്കിൽ ആ ഒരു സെറ്റിൻ്റെ അകത്ത് ഒരു സെറ്റിലുള്ള ഏതെങ്കിലും ഒരു എലമെൻറ്റെങ്കിലും അടുത്ത സെറ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ, കോമൺ ആയിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമുക്ക് എന്താ പറയുക? സബ്സെറ്റ് എന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയിട്ട് മനസ്സിലാവും. ഇഫ് A ഈക്വൽ ടു സെറ്റ് ഓഫ്, ഇവിടെ A എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ A ആണ്, ബിക്കോസ് ക്യാപിറ്റൽ ലെറ്റർ A കൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു. A ഈക്വൽ ടു സെറ്റ് ഓഫ് 1, 2, 3, 4 ആൻഡ് B ഈക്വൽ ടു സെറ്റ് ഓഫ് 1, 2, 3, 4, 5. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന A എന്ന് പറയുന്ന സെറ്റ് B എന്ന് പറയുന്നതിൻ്റെ സബ്സെറ്റാണ്. ബിക്കോസ് B എന്ന് പറയുന്ന സെറ്റിൽ 5 എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ ഉള്ള എലമെൻറ്റ്സിൽ ഉള്ള 4 എലമെൻറ്റ്സും എയിലുണ്ട്. അപ്പോൾ ദെൻ A ഈസ് ദ സബ്സെറ്റ് ഓഫ് B. സബ്സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സൈൻ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. A ഈസ് ദ സബ്സെറ്റ് ഓഫ് B എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും എ സെറ്റ് ഈസ് സെഡ് ടു ബി എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് അനദർ if there exists at least one element in the latter that is not contained in the former. അപ്പോൾ സബ്സെറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുകളിലുള്ള സെറ്റിൻ്റെ, അതായത് ഇപ്പോൾ 1, 2, 3, 4, 5 ഉള്ള ഒരു സെറ്റെങ്കിലും ഇല്ലാണ്ട് ബാക്കി എല്ലാ സെറ്റും വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ സബ്സെറ്റ് എന്ന് പറയാം. ഇപ്പോൾ ഇതിൽ രണ്ടിലും ഒരേപോലെ നമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സബ്സെറ്റ് അല്ല, പകരം അത് എന്തുവാകും? ഈക്വൽ സെറ്റായിട്ട് മാറും. ഇല്ല, രണ്ടിലെ എലമെൻറ്റ്സ് ഈക്വൽ ആണെങ്കിൽ അത് ഈക്വൽ സെറ്റായിട്ട് മാറും. അപ്പോൾ സബ്സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു സെറ്റിലുള്ള ഏതെങ്കിലും ഒരു എലമെൻറ്റെങ്കിലും മിസ്സായിട്ട് നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു സെറ്റിനെയാണ് നമ്മൾ സബ്സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സബ്സെറ്റിനെ ദ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ സെറ്റ് കണ്ടെയ്നിങ് n എലമെൻറ്റ്സ് ദാറ്റ് ഈസ് 2n. അങ്ങനെയാണ് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കൂടാതെ ഇഫ് A ഈസ് ദ സബ്സെറ്റ് ഓഫ് B ആൻഡ് B ഈസ് ദ സബ്സെറ്റ് ഓഫ് A, ദെൻ A ഈക്വൽ ടു B. ഇത് രണ്ടും പരസ്പരം സബ്സെറ്റുകൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? A എന്ന് പറയുന്ന സെറ്റും B എന്ന് പറയുന്ന സെറ്റും ഈക്വൽ ആണെന്ന് പറയാം. ആൻഡ് എവറി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. ഇപ്പോൾ ഈ പറയുന്ന സെറ്റ് ഈ പറയുന്ന സെറ്റിൻ്റെ തന്നെ സബ്സെറ്റാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്താ പറയുക? സബ്സെറ്റ്. അപ്പോൾ സബ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റിൽ നിന്ന് എ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് അനദർ സെറ്റ് ഇഫ് എവറി എലമെൻറ്റ് ഇൻ ദ ഫോമർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദി ലാറ്റർ. ഒരു സെറ്റിലുള്ള എലമെൻറ്റ്സ് എല്ലാം തന്നെ അല്ലെങ്കിൽ ഭൂരിഭാഗവും അടുത്തൊരു സെറ്റിൽ വരുവാണെങ്കിൽ ആ സെറ്റിനെയാണ് നമ്മൾ സബ്സെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് ഓൾ ദ സെറ്റ്സ് അണ്ടർ കൺസിഡറേഷൻ ആസ് സബ്സെറ്റ്സ് ഈസ് എ യൂണിവേഴ്സൽ സെറ്റ്.
യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സെറ്റിലുള്ള എല്ലാ അതായത് നമ്മൾ പറയുവാണെങ്കിൽ ഒരു മാസ്റ്റർ സെറ്റാണ്. ബിക്കോസ് അതിനകത്തായിരിക്കും എല്ലാ കണ്ടൻസും ഉള്ളത്, അല്ലെങ്കിൽ എല്ലാ എലമെൻസും ഉള്ളത്. ആ ഒരു സെറ്റിനെ, എല്ലാ എലമെൻസും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. ദാറ്റ് ഈസ് എ ഈക്വൽ ടു 3 4 5, ബി എന്ന് പറയുന്നത് 1 2 ആൻഡ് സി 0 6. ഇങ്ങനത്തെ ഒരു സെറ്റാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂണിവേഴ്സൽ സെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ഈക്വൽ ടു ഇതിൻ്റെ എല്ലാ നമ്പേഴ്സും അതിൽ ഉൾപ്പെടുന്ന ഒരു സെറ്റായിരിക്കും യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് സെറ്റ് ഈസ് പവർ സെറ്റ്. പവർ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് എ ഇൻക്ലൂഡിങ് ദ നൾ സെറ്റ് ഈസ് കോൾഡ് ദ പവർ സെറ്റ് ഓഫ് എ. അതായത് ഇപ്പോൾ എ എന്ന് പറയുന്ന എക്സാമ്പിൾ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. ദാറ്റ് ഈസ് എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് എക്സ് കോമ വൈ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പവർ സെറ്റിനെ പവർ സെറ്റ് ഓഫ് എ, പവർ സെറ്റ് ഓഫ് എ എന്ന് നമ്മൾ എഴുതുന്നത് പി എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ ലെറ്റർ എഴുതുന്നതാണ് പവർ സെറ്റ് ഓഫ് എ. പവർ സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഇതിലുള്ള എല്ലാ എലമെൻസും, അതായത് ഇതിലുള്ള എലമെൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് എലമെൻറ്റ് എക്സ് വരും. ദെൻ സെക്കൻഡ് എലമെൻ്റ് എന്ന് പറയുന്നത് വൈ വരും. പിന്നെയോ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ ഇത് തന്നെ സബ്സെറ്റ് ആവുമെന്ന് നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇത് രണ്ടും സെറ്റ് ഓഫ് എക്സ് വൈ, അത് കൂടാതെ അതിൻ്റെ കൂട്ടത്തിൽ നൾ സെറ്റും കൂടെ വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ വരുവാണെങ്കിൽ നൾ സെറ്റും അതിലെ ഓരോ എലമെൻസും പിന്നെ ആ സെറ്റ് ഉൾപ്പെടെ, അതായത് ഈ ഒരു പറയുന്ന സെറ്റിൻ്റെ എല്ലാ സബ്സെറ്റുകളും അതിനോട് കൂടെ തന്നെ നൾ സെറ്റും കൂടെ ഉൾപ്പെടെയുള്ള ഒരു സെറ്റിനെയാണ് നമ്മൾ പവർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ ദ സബ്സെറ്റ് ഓഫ് സെറ്റ് എ. എല്ലാ കളക്ഷനും, സബ്സെറ്റിൻ്റെ എല്ലാ കളക്ഷനും ഉൾപ്പെടുകയും ചെയ്യും, എല്ലാം നമ്പേഴ്സ് വരികയും ചെയ്യും, എലമെൻസും വരികയും ചെയ്യും. അതുകൂടാതെ അതിനൊപ്പം തന്നെ നൾ സെറ്റൂടെ വരും. നൾ സെറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു സിമ്പിളും കൂടെ വരും, അല്ലെങ്കിൽ നൾ സെറ്റും കൂടെ ഉൾപ്പെടെയുള്ള എല്ലാ സെറ്റിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു കളക്ഷനെയാണ് നമ്മൾ പവർ സെറ്റ് എന്ന് പറയുന്നത്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് 11ാമത്തെയാണ് കോംപ്ലിമെൻറ്റ് സെറ്റ്. കോംപ്ലിമെൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് എ ഗിവൺ സെറ്റ് ഓഫ് എലമെൻറ്റ് ഈസ് എ സെറ്റ് ദാറ്റ് ഹാസ് ഓൾ ദി എലമെൻറ്റ്സ് ദാറ്റ് ആർ നോട്ട് കണ്ടെയ്ൻഡ് ഇൻ ദ ഗിവൺ സെറ്റ്. ഇപ്പോൾ നമുക്കൊരു സെറ്റ് തരുവാണെന്നുണ്ടെങ്കിൽ ആ സെറ്റിൽ ഉൾപ്പെടാതെ വരുന്ന ബാക്കി ഉൾപ്പെടാതെ വരുന്ന എലമെൻറ്റ്സ് എല്ലാം ഉള്ള വേറൊരു സെറ്റിനെയാണ് നമ്മൾ കോംപ്ലിമെൻറ്റ് സെറ്റ് എന്ന് പറയുക. ഒരു എക്സാമ്പിൾ നോക്കി, ഇഫ് എ ഈക്വൽ ടു ഓൾ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് നമ്പർ. അപ്പോൾ എ എന്ന് പറയുന്നത് എല്ലാ പോസിറ്റീവ് നമ്പേഴ്സ് 1 മുതൽ ലാസ്റ്റ് വരെയുള്ള എല്ലാ പോസിറ്റീവ് നമ്പർ ഉൾപ്പെടുന്ന ഒരു സെറ്റാണെന്ന് ഇവിടെ പറയുന്നത്. അപ്പോൾ എയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഇതിൽ ഉൾപ്പെടാത്ത സംഖ്യകൾ, അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടാത്ത എലമെൻറ്റ്സ് വരുന്നൊരു സെറ്റായിരിക്കും എയുടെ കോംപ്ലിമെൻറ്റ് സെറ്റ്. അപ്പോൾ അതെങ്ങനെ എഴുതാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയുടെ കോംപ്ലിമെൻറ്റ് സെറ്റിനെ നമ്മൾ എ ഇട്ടിട്ട് ഇവിടെ മുകളിൽ ഇങ്ങനെ ഒരു കോമ പോലത്തെ, അല്ലെങ്കിൽ ഒരു ഇൻവേർട്ട് കോമ പോലത്തെ ഒരു മാർക്ക് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എ കോംപ്ലിമെൻ്റ് എന്ന് വായിക്കുന്നത്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ഈക്വൽസ് ഓൾ നെഗറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ പോസിറ്റീവ് നമ്പറാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻറ്റ് സെറ്റ് എന്ന് പറയുന്നത് അതിൽ ഉൾപ്പെടാത്ത നമ്പേഴ്സ് എല്ലാം, അതായത് എല്ലാ നെഗറ്റീവ് നമ്പറുകളും. അപ്പോൾ എല്ലാ നെഗറ്റീവ് നമ്പറുകളും 0യും ഉൾപ്പെടുന്നൊരു സെറ്റിനെ ആയിരിക്കും നമ്മൾ എന്താ പറയുക, ഈ പറയുന്ന എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് കോംപ്ലിമെൻറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഈ സെറ്റിൽ ഉൾപ്പെടാത്ത ബാക്കി എല്ലാ എലമെൻസും വരുന്ന നമ്പേഴ്സ് എല്ലാം വരുന്ന വേറൊരു സെറ്റ്, അതാണ് കോംപ്ലിമെൻറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ടൈപ്പ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. 11 ടൈപ്പ് ഓഫ് സെറ്റ്. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.